സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനത്തിൽ, അതായത് കൊളീജിയത്തിൽ ബാഹ്യ ഇടപെടലുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നും ആ ബാഹ്യ ഇടപെടലിന് വശംവദമായി കൊളീജിയം പ്രവർത്തിക്കുന്നു എന്നും അങ്ങനെയുള്ള കൊളീജിയത്തിൻ്റെ പ്രവർത്തനമാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയും എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജായ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ ആണ്. അദ്ദേഹം നിയമസംബന്ധമായ ഒരു പ്രസംഗം നടത്തുന്ന കൂട്ടത്തിലാണ് ഇത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസ് അതുൽ ശ്രീധരൻ എന്ന് പറയുന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ ആദ്യം സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത് ഛത്തീസ്ഗഡിലേക്കാണ്. ഛത്തീസ്ഗഡിലേക്ക് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഇവരിടപെട്ടിട്ട് പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് പറഞ്ഞു എന്ന് പറയുന്നു. എന്ത്? അയാൾ അങ്ങോട്ട് വേണ്ട, അയാൾ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ പറയുന്നു. ഇവരത് അനുസരിച്ചു എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇയാളെ ഛത്തീസ്ഗഡിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നും പറയുകയും ചെയ്തു, അതിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇവർ കൊളീജിയം സമ്പ്രദായം ബാഹ്യ പ്രേരണകൾക്കും ശക്തിക്കും വഴങ്ങിയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി. കൊളീജിയം സമ്പ്രദായത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടു എന്ന് പറയുന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു കത്ത് വഴി ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ വെക്കട്ടെ, സമ്മതിച്ചു. പക്ഷേ ഇവരതനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഇവർ കൊളീജിയം സമ്പ്രദായം വേണം എന്ന് പറഞ്ഞത് എന്തിനാണ്? ജുഡീഷ്യറിയുടെ സർവതന്ത്രമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, എങ്കിൽ മാത്രമേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടൂ. അതുകൊണ്ട് എക്സിക്യൂട്ടീവിൻ്റെയും ബാഹ്യശക്തികളുടെയും ഇടപെടൽ അതിൽ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരിത് ചെയ്തത്. അങ്ങനെയാണ് ഇവരിത് കൊളീജിയം സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെ പറയുന്നു, ഞങ്ങളൊരു ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യം തർക്കമില്ല. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞിരിക്കും എന്നുള്ളതിന് എന്ത് തെളിവാണ് ഇവരുടെ കൈവശമുള്ളതെന്നുള്ള കാര്യവും കൂടി അറിയേണ്ടതുണ്ട്. ഇത്രയും ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു തെളിവില്ലാതെ ഇവർ എഴുതി വെച്ചതാകാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തെളിവുണ്ടെങ്കിൽ ആ തെളിവും കൂടി പറയണ്ടേ. ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു കത്ത് കൊടുക്കുക, ഇന്നാളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ നിസ്സാര കാര്യമല്ലേ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കുറ്റവാളി എന്ന് പറഞ്ഞാൽ കൊളീജിയം സമ്പ്രദായമാണ്. കൊളീജിയം സമ്പ്രദായം നാട്ടുകാരെല്ലാം സംശയിച്ചിരുന്ന പോലെ തന്നെ മറ്റൊരുപാട് സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണത് പ്രവർത്തിക്കുന്നത് എന്ന് ഇതോടുകൂടി വ്യക്തമാകുകയാണ്. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ പറയുന്നത്, ജുഡീഷ്യറിയിൽ നടത്തേണ്ട ട്രാൻസ്ഫറുകൾ, സ്ഥലം മാറ്റങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ജുഡീഷ്യറിയുടെ ഈ വർക്ക് ഔട്ട്പുട്ട് കൂട്ടുക എന്ന ഉദ്ദേശത്തോടും കൂടി ആയിരിക്കണം. അവിടെ ഒരു ചോദ്യമുണ്ട്, ജസ്റ്റിസ് യശ്വന്ത വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് ഈ ലക്ഷ്യത്തോടു കൂടിയായിരുന്ന? പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അല്ല, ഈ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു? അല്ലല്ലോ. അല്ല. അപ്പോൾ ഈ ലക്ഷ്യത്തോടെ അല്ലാതെയും ട്രാൻസ്ഫറുകൾ ജുഡീഷ്യറിയിൽ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ ഇത്. അപ്പോൾ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ പറഞ്ഞ കാര്യത്തിലൊരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം? ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ പറയുന്നത് കൊളീജിയൻ ട്രാൻസ്ഫർ നടത്തേണ്ടത്, ഒരു എക്സെപ്ഷനാണ് ഇപ്പോൾ പുള്ളി കാണിച്ചിരിക്കുന്നത്, കൊളീജിയൻ ട്രാൻസ്ഫർ നടത്തേണ്ടത് ജുഡീഷ്യറിയുടെ ഇത് ഈ യോഗ്യതയും മാനദണ്ഡവും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയും അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ആയിരിക്കണം എന്നാണ് പറയണത്. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ
ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്താ ചെയ്തത്? യശ്വന്ത് വർമ്മ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യശ്വന്ത് വർമ്മ വളരെ സിമ്പിളായിട്ട് കുറേ എത്ര കോടിയാണെന്ന് അറിയില്ല, കുറേ രൂപ ചാക്കി കെട്ടി അയാളുടെ വീട്ടിൽ സൂക്ഷിച്ച് അയാളുടെ കഷ്ടകാലത്തിന് അത് തീപിടുത്തം ഉണ്ടായപ്പോഴേക്കും അത് പുറത്തു വന്ന്. അപ്പോൾ ഒരു ചോദ്യമില്ലേ, യശ്വന്ത് വർമ്മയ്ക്ക് കണക്കിൽപ്പെടാത്ത കള്ളപ്പണം ഇത്രയേറെ ചാക്കിൽ കെട്ടി സൂക്ഷിക്കാൻ എങ്ങനെ കഴിഞ്ഞു? കോടതിയിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി അവിടെ വലിയ അഴിമതി നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ല, വലിയ അഴിമതി നടത്താതെ പിന്നെ എങ്ങനെ കാശ് കിട്ടും? അപ്പം ജുഡീഷ്യറിയിൽ ഇരുന്നുകൊണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയെ തിരഞ്ഞെടുത്തത് ആരാണ്? കൊളീജിയം അല്ലേ? അപ്പോൾ കൊളീജിയം തിരഞ്ഞെടുക്കുന്ന ജഡ്ജിമാരിൽ ഒരു 40-50% പേരെങ്കിലും പലതരത്തിലുള്ള ചിലർ സ്വജനപക്ഷപാതത്തിന് വിധേയരാകുന്നു, മറ്റു ചിലർ കൈക്കൂലി വാങ്ങിക്കുന്നതിൽ പോകുന്നു, വേറെ ചിലർ മറ്റ് പല സ്വാധീനങ്ങളിലും പെട്ടുപോകുന്നു എന്ന് മാത്രവുമല്ല, ഇന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ വന്നാൽ ഇന്ന വിധി എന്ന് മുൻകൂട്ടി പ്രവചിക്കപ്പെടുന്നു. ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? കൊളീജിയം എടുത്തു വെക്കുന്ന ജഡ്ജിമാരിൽ നിന്നാണ്. അപ്പോൾ ഈ കൊളീജിയം സിസ്റ്റത്തിലൂടെ കടന്നു വരുന്ന ജഡ്ജിമാർക്ക് ഒരു കാര്യം ഉറപ്പാണ്, സ്വഭാവശുദ്ധിയുള്ള, പേഴ്സണൽ ഇൻറ്റിഗ്രിറ്റിയുള്ള, ഈ ജുഡീഷ്യറിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള വേണ്ടത്ര പേരെ അല്ല ഇവരെടുത്തു വെക്കുന്നത് എന്നതിൻ്റെ കൂടി തെളിവാണല്ലോ. പക്ഷേ ഉജ്ജ്വൽ ഭുയാൻ പറയുന്നത് ഈ കൊളീജിയം സിസ്റ്റം തന്നെ നിലനിൽക്കണമെന്നാണ്. അപ്പോൾ അതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഇദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ കൊളീജിയം സിസ്റ്റത്തിലൂടെ വരുന്നവരെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അവർ ഇംപെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞേക്കണം. ഞാനെല്ലാം റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും ജഡ്ജിമാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര അഴിമതിയാണെന്ന്. അത് ഹൈക്കോടതികളിലുണ്ട്, സുപ്രീം കോടതിയിലുമുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കൊളീജിയം സിസ്റ്റത്തിലൂടെ നിയമിക്കപ്പെട്ടവർ അഴിമതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ കൊളീജിയം സിസ്റ്റത്തിൻ്റെ നിയമന വ്യവസ്ഥയിൽ അഴിമതി തടയാൻ ആവശ്യമായ, ജഡ്ജിമാർ നടത്തുന്ന അഴിമതി തടയാൻ ആവശ്യമായ ഒരു സംവിധാനം അതിനകത്ത് രൂപപ്പെട്ടിട്ടില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുൽ ശ്രീധരൻ രണ്ട് ജഡ്ജ്മെൻറ്റ് ഇറക്കി. ആ ജഡ്ജ്മെൻറ്റ് ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഗവൺമെൻറ് മാറ്റാൻ പറഞ്ഞു എന്നാണ് ഈ ജസ്റ്റിസ് ഭുയാൻ പറയുന്നത്. അത് വിശ്വാസ്യത വരുന്നില്ല. എത്രയോ ഹൈക്കോടതികളിൽ എത്രയോ ജഡ്ജിമാർ നിലവിലുള്ള സംവിധാനത്തിനെതിരെ എത്രയോ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നു. അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുൽ ശ്രീധരൻ്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും കാണും. അതെന്താണെന്ന് ഉജ്ജ്വൽ ഭുയാൻ പറയുന്നുമില്ല. അപ്പോൾ അത് ഇനി നിയമത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ടാണ് അതുൽ ശ്രീധരൻ ഉത്തരവിട്ടെന്നുണ്ടെങ്കിൽ അതും തെറ്റാണല്ലോ. അതും തെറ്റാണ്, ചെയ്യാൻ പാടില്ലല്ലോ. ജഡ്ജ് നിയമത്തിനകത്താണ് നിൽക്കുന്നത്, നിയമത്തിന് പുറത്തല്ല. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. അത് ചെയ്യാതെ നിയമത്തിന് പുറത്തു പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബെഞ്ച്, ആരുടെ ബെഞ്ച് എന്ന് ചോദിച്ചിട്ട് പോകുന്ന രീതി, ആരുടെ ബെഞ്ച്? ഈ സുപ്രീം കോടതിയിലെ നാടകം ഇതിനേക്കാൾ രസകരമാണ്. കാരണം എല്ലാ കേസുകളിലും ഈ പ്രതിഭാഗത്തിന് വേണ്ടി വരുന്നത് ഒരേ സെറ്റ് ലോയേഴ്സാണ്. അതെ, കപിൽ സിബലും അഭിഷേക് മനു സിംഗിയും അങ്ങനെയുള്ളവരാണ്. എല്ലാ കേസും അവർ തോക്കുന്നുണ്ട്, എല്ലാ കേസും അവർ തോറ്റുപോകാറുണ്ട്. രണ്ടു കൂട്ടരും മിലോട്ട് എന്ന് ഇടക്കിടക്കൊക്കെ പറയുമെന്നല്ലാതെ ഇതിപ്പോൾ ലൈവ് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു കാര്യം. വാസ്തുതയും ഉണ്ടാകാറില്ല, യുക്തിയും ഉണ്ടാകാറില്ല. ആഗ്രഹങ്ങൾ ആർഗ്യുമെൻ്റായിട്ട് പറയുകയാണ്, അത് കേൾക്കുകയാണ്. പക്ഷെ അവർക്ക് എന്തോരം സമയമാണ് കോടതി കൊടുക്കുന്നത്. അവരാവശ്യപ്പെടുന്നത്രയും സമയം കൊടുക്കുകയാണ്. അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയല്ല. ഇവർ ഇപ്പോൾ കേസ് തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വെറുതെ കിടന്ന് അലറും കോടതി കിടന്നിട്ട്. എന്തിനിത്? കോടതിയുടെ ഒരു നടത്തിപ്പിൻ്റെ രീതി ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഇടപെടൽ കൂടി ഇല്ലേ എന്നുള്ള കാര്യം
പരിശോധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.